സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമാകുന്നു. ഇന്നും നാളെയും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 9 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വരും മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ട കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട്. കല്ലാർകുട്ടി, പബ്ല ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, ഇനി വരും ദിവസങ്ങളിലും മഴ കനക്കും, കാലവർഷം വീണ്ടും സജീവമാകുന്നു, ശക്തമാകുന്നു എന്നുള്ള മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡാമുകളുടെ സാഹചര്യം കൂടി പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഇനി എങ്ങനെ വിലയിരുത്താം? രോഹിണി, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാലവർഷം സംസ്ഥാനത്ത് ശക്തി പ്രാപിക്കുന്നതിൻ്റെ സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ ശക്തമായി മഴ പെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരുന്നു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനമുണ്ടായിരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിലെല്ലാം അല്ലെങ്കിൽ വിവിധ ജില്ലകളിലെല്ലാം ഇടിയോടുകൂടിയ മഴ, ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടാകുമെന്ന പ്രവചനമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്നും പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്തായാലും സമാനമായ രീതിയിൽ തന്നെ വീണ്ടും കാലവർഷം ശക്തി പ്രാപിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാനിരിക്കുന്നത്. അതായത് ഇനി വരുന്ന ഒരു ആഴ്ചക്കാലം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുണ്ട്. വിവിധ ജില്ലകൾക്ക് യെല്ലോ അലർട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓറഞ്ച് അലർട്ട് എന്നിവയെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് 9 ജില്ലകൾക്കാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ 2 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും മറ്റു ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് നിലവിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ജില്ലകൾക്ക് നാളെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇങ്ങനെ വരും ദിവസങ്ങളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടുമായിട്ട് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലടക്കം ശക്തമായിട്ടുള്ള മഴ പെയ്യുമെന്നടക്കമുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതിൻ്റെ ഡയറക്ടറും പറഞ്ഞിരുന്നു. അതായത് ഈ കാലവർഷം നേരത്തെ എത്തിയെങ്കിൽ പോലും ഒരു ഇടവേളയ്ക്ക് അത് നിർത്തിയതിനു ശേഷം വീണ്ടും കാലവർഷം ശക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നൊരു പ്രവചനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ പ്രളയ സമാനമായ ഒരു സാഹചര്യം ഉണ്ടെന്നടക്കമുള്ള മുന്നറിയിപ്പുണ്ടെങ്കിൽ പോലും ഇത്തരം രീതിയിൽ കാലവർഷം നിന്ന് പെയ്യുകയാണെങ്കിൽ, അതായത് ഒരു ഇടവേള ശേഷം പെയ്യുകയാണെങ്കിൽ വലിയ രീതിയിൽ പേടിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും മുന്നറിയിപ്പും നൽകിയിരുന്നു. എന്തായാലും വീണ്ടും കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്. നേരത്തെ നൽകിയതുപോലെ തന്നെ വിവിധ ജില്ലകൾക്ക് യെല്ലോ അലർട്ടുണ്ട്. അത് മാറാനുള്ള സാധ്യതയുണ്ട്. ഓരോ മണിക്കൂറുകൾ കഴിയും തോറും ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അപ്ഡേഷനുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ജില്ലകളിലടക്കം മഴ പെയ്യുന്നതിൻ്റെ അടക്കം അപ്ഡേറ്റുകളും വന്നുകൊണ്ടിരിക്കുന്നു. നിലവിൽ മലയോര മേഖലകളിലെല്ലാം മഴ ശക്തമായി പെയ്യുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡാമുകൾ നിറയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ജാഗ്രതാ മുന്നറിയിപ്പുകളടക്കം കല്ലാർ ഡാമിൻ്റെ തീരത്ത് താമസിക്കുന്നവരോടൊപ്പം ജാഗ്രതാ നിർദ്ദേശമടക്കം നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലൊരു ഭയപ്പെടാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ പോലും മഴ ശക്തമായി വീണ്ടും പെയ്യും എന്നതടക്കമുള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. ഇന്ന് തലസ്ഥാന ജില്ലയിൽ പുലർച്ചയോടുകൂടി ശക്തമായ മഴയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. മറ്റു ജില്ലകളിലും ഈ തീരദേശ മേഖലകളിലും അതോടൊപ്പം തന്നെ മലയോര മേഖലയിലടക്കം ശക്തമായ മഴയുണ്ടെന്നടക്കമുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാസർഗോഡ് മേഖലകളിലായാലും എന്തായാലും കാലവർഷം സജീവമാകുന്നു, ശക്തമാകുന്നു എന്ന മുന്നറിയിപ്പുകൾ തന്നെയാണ് വരുന്നത്. ഇന്ന് 9 ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.